പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം കൃത്വാ രാവണ കുംഭകർണനിധനം സമ്പൂർണ്ണ രാമായണം. ജയ് ശ്രീരാമ രാമ. നമുക്ക് രണ്ടാം ദിവസം പാരായണം ചെയ്യുന്ന ഭാഗത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്ത് നിർത്തിയത് പുത്രകാമേഷ്ടി യാഗത്തിലൂടെ പുത്രദുഃഖം അനുഭവിച്ചിരുന്ന ദശരഥ മഹാരാജാവിന് 4 സൽപുത്രന്മാരുണ്ടായി. അങ്ങനെ ആ 4 സൽപുത്രന്മാർക്കും വസിഷ്ഠ ഗുരു 4 ഗുണങ്ങൾ അനുസരിച്ചുള്ള 4 നാമങ്ങൾ അവർക്ക് പ്രദാനം ചെയ്യുന്നു. നാമകരണം നടക്കുന്നു. ശ്യാമള നിറം ആർന്ന ശ്രീരാമചന്ദ്രപ്രഭുവിന് രാമനെന്നുള്ള നാമമിടുന്നു. ലക്ഷണങ്ങളെല്ലാം തികഞ്ഞവനായത് കാരണം ലക്ഷ്മണൻ എന്ന നാമമിടുന്നു. ഭരണ നൈപുണ്യം കൊണ്ട് കേമനായി മാറുന്ന കുമാരനായതുകൊണ്ട് ഭരതൻ എന്ന് നാമകരണം ചെയ്യുന്നു. ശത്രുവൃന്ദത്തെ ഒന്നടങ്കം വധിക്കുവാൻ കാണിക്കുന്ന ഊർജ്ജസ്വലത കൊണ്ട് ശത്രുഘ്നൻ എന്ന പേരും കുമാരന് സുമിത്രതനയന് ഇടുന്നു. ഇങ്ങനെയുള്ള നാമകരണങ്ങളൊക്കെ കഴിഞ്ഞു. കുമാരന്മാർ നന്നായി രാജകൊട്ടാരത്തിൽ അച്ഛനോടും അമ്മമാരോടുമൊപ്പം സന്തോഷമായി ജീവിക്കുന്നു. അവർ വേദശാസ്ത്രങ്ങളും പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഉപനിഷത്തുക്കൾ എല്ലാം അവരെ വസിഷ്ഠ ഗുരു പഠിപ്പിക്കുന്നു. അപ്പോൾ ലോകഗുരുവായ ഭഗവാനെ പഠിപ്പിക്കുവാൻ വസിഷ്ഠ മഹർഷിക്ക് കിട്ടിയ അവസരം എത്രയോ പുണ്യം എന്ന് വാൽമീകി മഹർഷി ആശ്ചര്യപ്പെടുന്നു. അതുപോലെ തന്നെ അങ്ങനെ കുമാരന്മാർ വളർന്നു വരുന്നതിനോടൊപ്പം അവരുടെ വളർച്ചയിൽ വളരെ സന്തോഷം കൊണ്ട് ആ സന്തോഷം കൊണ്ട് രാജാവും രാജ്ഞിമാരും അതുപോലെ തന്നെ ഭൃത്യവർഗങ്ങളും അമാത്യവർഗങ്ങളും പ്രജകളും എല്ലാവരും ഒരു ഉത്സവത്തിന്റെ സന്തോഷത്തോടുകൂടി അങ്ങനെ അയോധ്യ നഗരം സന്തോഷത്തിൽ ആറാടി മുന്നോട്ട് പോവുകയാണ്. കുമാരന്മാർ വളർന്നു വരുന്നു. അവർ ബാല്യം പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ തങ്ങൾക്ക് കിട്ടിയ ആയുധമുറകളുടെ പരിശീലനത്തിന്റെ ഒരു ഭാഗമായിട്ട് രാജകുമാരന്മാർ ശത്രു നിഗ്രഹം ചെയ്യുവാൻ അവർക്ക് യഥാർത്ഥ പ്രായമായോ എന്ന് അറിയുവാൻ വേണ്ടി ഉള്ള ഒരു ചടങ്ങാണ് അവർ നായാട്ടിന് പോകുന്നത്. നായാട്ടിന് പോയി ലക്ഷ്മണ കുമാരനും ശ്രീരാമചന്ദ്രനും ഒരു വിധിയാമണ്ണം പോയി അവർ ജനക മഹാരാജാവിനെ നമസ്കരിച്ചതിന് ശേഷം അവർ നായാട്ടിന് പോയി. ഒരു ശാർദൂലത്തെ വനത്തിൽ പോയി ഒരു വന്യമൃഗം ആയ കടുവയെ നിഗ്രഹിക്കുന്നു. അങ്ങനെ അത് രാജാവിന്റെ പാദങ്ങളിൽ കൊണ്ടുവച്ച് നമസ്കരിക്കുന്നു. അങ്ങനെ അവരവരുടെ ആയുധ സാമർഥ്യം അവർ രാജാവിനെ അറിയിക്കുന്നു, പ്രജകളെ അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ കുമാരന്മാർ രാജ്യകാര്യങ്ങളിൽ എന്നെ സഹായിക്കുന്നു. അച്ഛനോടൊപ്പം രാജ്യകാര്യങ്ങളിൽ ഏർപ്പെടുന്നു. കൂട്ടുകാരോടൊപ്പം സഹോദരങ്ങളോടൊപ്പം അങ്ങനെ വളർന്നു വരുന്ന ശ്രീരാമചന്ദ്രനെ പ്രജകൾക്കും രാജ്യത്തെല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. കാരണം എല്ലാവരോടും വളരെ ശാന്തപ്രകൃതത്തോടെ, സ്നേഹത്തോടെ, കാരുണ്യത്തോടെ മാത്രം പെരുമാറുന്ന ശ്രീരാമചന്ദ്രനെ, നല്ല വാക്കുകൾ കൊണ്ട് മാത്രം മറ്റുള്ളവരോട് സംസാരിക്കുന്ന കുമാരനെ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുക? അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി വിശ്വാമിത്ര മഹർഷി ആ മുനി കുലത്തോടൊന്നിച്ച് അയോധ്യയിലേക്ക് എഴുന്നള്ളുന്നു. അങ്ങനെ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ കാല് കഴുകിച്ച് പാദപൂജയൊക്കെ ചെയ്ത് അദ്ദേഹത്തെയും പരിവാരത്തെയും ദശരഥൻ യഥാവിധം പൂജിച്ചിരുത്തിയ ശേഷം അങ്ങ് വന്നത് എന്തിനാണെന്ന് അരുൾ ചെയ്താലും
എന്ന എന്നിട്ട് കുലത്തിന് വളരെ ശ്രേഷ്ഠനായ അല്ലയോ മഹാമുനി, അവിടുന്ന് അടിയന്റെ രാജ്യത്തേക്ക് കടന്നു വന്നത് തന്നെ ഞങ്ങളുടെ എല്ലാം പുണ്യം എന്ന് നല്ല വാക്കുകളിലെല്ലാം താപസികളെ ബഹുമാനിച്ച ശേഷം എന്താണ് കാരണമെന്ന് അന്വേഷിക്കുമ്പോൾ അമാവാസി തോറും പിതൃദേവതാദികളെ ധ്യാനിച്ച് ചെയ്തിടുന്ന ഹോമം മുടക്കുവാൻ വേണ്ടി മാരീചനും സുബാഹുവും പിന്നെ നക്തഞ്ചരന്മാരിൽ രാക്ഷസന്മാരിൽ പ്രമുഖന്മാരായിട്ടുള്ള പല അനുചരന്മാരും ഇങ്ങനെ താപസന്മാരുടെ ആശ്രമങ്ങൾ തോറും അവരുടെ യാഗങ്ങളെല്ലാം മുടക്കി അതിനു വേണ്ടി അങ്ങനെ ജനങ്ങൾ, അതായത് താപസന്മാർ വിഷമിക്കുന്നു. അങ്ങ് യാഗരക്ഷ ചെയ്ത് ഞങ്ങളെ രക്ഷിക്കണം. ഈ രാജ്യത്തെ, ഈ രഘുവംശത്തെ, ഈ ഭാരതഖണ്ഡത്തിലെ രാജാവാണല്ലോ, ചക്രവർത്തിയാണല്ലോ അവിടുന്ന് വേണം ഞങ്ങൾക്ക് രക്ഷ നൽകുവാനെന്ന് താപസകുലങ്ങളും വിശ്വാമിത്ര മഹർഷിയും പറയുന്നു. അതിനുവേണ്ടി അവിടുന്ന് രാമകുമാരനെയും ലക്ഷ്മണകുമാരനെയും ഞങ്ങളോടൊപ്പം അയക്കണം. ആയുധവിദ്യകളിൽ പാരംഗതരായ ആ കുമാരന്മാർ ബഹുകേമന്മാരാണ്, അവരെ ഞങ്ങളോടൊപ്പം അയക്കണമെന്ന് പറയുകയാണ്. ഇത് കേട്ട ജനക മഹാരാജാവിന്റെ അവസ്ഥ എന്തായിരുന്നു? അദ്ദേഹം വളരെ വിഷമിച്ചു. അദ്ദേഹം എന്നിട്ടും വളരെ ഗൂഢമായി തന്റെ ഗുരുവായ വസിഷ്ഠ മഹാമുനിയോട് ചെന്ന് ചോദിക്കുകയാണ്, എന്റെ ഗുരു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്റെ മകനെ രാമനെ എന്നെ വിട്ട് രാമൻ പോവുക എന്നാൽ ഞാൻ നിർണയമായിട്ടും അല്ലയോ മുനി, ഞാൻ മരിക്കും. അല്ലയോ ഗുരു, എനിക്കതിന് സാധിക്കില്ല. രാമനെ പിരിയുമ്പോൾ ഞാൻ ഒരുപാട് കൊതിച്ചു. അതിനുശേഷം വാർദ്ധക്യകാലത്തിൽ എനിക്ക് ഭഗവാൻ തന്നതാണ് രാമനെ. ആ രാമകുമാരനെ ഞാൻ പിരിഞ്ഞാൽ നിർണയം ഞാൻ മരിച്ചു പോകും. എന്നാൽ രാമനെ നൽകാതെ വിട്ടാൽ വിശ്വാമിത്രനോ എന്റെ കുലം തന്നെ നശിപ്പിക്കും, ശപിക്കും. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടുന്ന് എനിക്ക് ഒരു വഴി പറഞ്ഞു തരാമോ എന്ന് വളരെ വിഷമത്തോടുകൂടി ദശരഥ മഹാരാജാവ് തന്റെ രാജഗുരുവായ വസിഷ്ഠനോട് ചോദിക്കുകയാണ്. അപ്പോൾ വസിഷ്ഠ മഹാമുനി പറയുകയാണ്, ദേവന്മാരുടെ ദേവഗുഹ്യമായ കാര്യമാണ്, ദേവന്മാരാൽ വെളിപ്പെടാതെ രഹസ്യമാക്കി വെച്ചിരിക്കുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ അങ്ങയുടെ വിഷമം മറികടക്കുവാൻ വേണ്ടി ഞാൻ അങ്ങയോട് ഉപദേശിച്ചു തരാം. അങ്ങയ്ക്ക് സങ്കടമൊന്നും വേണ്ട. രാമനെ ആ വിശ്വാമിത്രനോടൊപ്പം അങ്ങ് അയച്ചോളൂ. ആ മുനി സംഘത്തോടൊപ്പം അങ്ങ് ധൈര്യമായി അയക്കൂ. അങ്ങക്ക് യാതൊരു വിഷമവും വേണ്ട. രാമൻ എന്ന് പറയുന്നത് അങ്ങയുടെ മകൻ മാത്രമല്ല, അത് സാക്ഷാൽ പരബ്രഹ്മമാണ്, അത് മഹാവിഷ്ണുവാണ്. അങ്ങയുടെ മകൻ മാത്രമല്ല, മനുഷ്യനല്ല രാമൻ, മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. അതെന്തിനു വേണ്ടിയാണ് വന്നത്? ഭൂമിയുടെ ഭാരം തീർക്കുവാൻ നാരക സനകാദികളും ദേവന്മാരും ബ്രഹ്മദേവനോടൊപ്പം സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു ഭഗവാനെ ചെന്ന് സങ്കടമുണർത്തിച്ചപ്പോൾ ഭൂമി ഭാരം തീർക്കുവാൻ വേണ്ടി, ബ്രാഹ്മണന്മാരുടെ നന്മയ്ക്ക് വേണ്ടി, അങ്ങനെ എല്ലാവരുടെയും, ബ്രാഹ്മണർക്ക് മാത്രമല്ല സത്തുക്കളായിട്ടുള്ള എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി, ഭൂഭാരം തീർക്കാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചതാണ് ശ്രീരാമചന്ദ്രനായി. അങ്ങ് മുൻപ് കശ്യപനും അങ്ങയുടെ ഭാര്യയായ കൗസല്യാദേവി കശ്യപന്റെ ഭാര്യയായ അതിഥിയുമായിരുന്നു. നിങ്ങൾ അനേകം നൂറ്റാണ്ടുകാലം ഭഗവാനെ പലതരത്തിൽ തപസ് ചെയ്ത് വളരെ 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 ത്യാഗത്തോടുകൂടി തപസ്സനുഷ്ഠിച്ച് ഭഗവാൻ തനിക്ക് മകനായി വരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു പൂർവ്വജന്മങ്ങളിൽ. അതിനുവേണ്ടി ഭഗവാൻ നിങ്ങളുടെ മകനായി അവതരിച്ചതാണ് ശ്രീരാമചന്ദ്രനായി. യാതൊരു വിഷമവും കൂടാതെ അങ്ങ് വിശ്വാമിത്രനോടൊപ്പം രാമനെ അയക്കണം. കാരണം സാക്ഷാൽ മൂലപ്രകൃതിയായ മായാദേവി ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വളരുന്നുണ്ട്. അത് അയോനിജയായിയാണ് ദേവി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ മിഥിലയിൽ സീതാദേവി വളരുമ്പോൾ ഇനിയും മഹാവിഷ്ണുവായ ശ്രീരാമചന്ദ്രനും ലോകമായ ദേവിയായ സീതാദേവിയും തമ്മിൽ കണ്ടുമുട്ടണ്ടേ?
അതിനുള്ള സമയമായി. ഈ വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്കായി അങ്ങ് കുമാരന്മാരെ പറഞ്ഞു വിടുന്നത് വഴി അവർ തമ്മിലുള്ള സംഗമമാണ് നടക്കാൻ പോകുന്നത്. അതാണ് വിശ്വാമിത്രനിലൂടെ നിവർത്തിക്കുന്നത്. അതിനാൽ അങ്ങ് ഒരു തരത്തിലും അവരെ തടയുകയോ അവർ പോകുന്നതിൽ വിഷമിക്കുകയോ വേണ്ട. അവരെ സന്തോഷത്തോടെ യാത്ര ചെയ്യിക്കൂ. എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് കരുതൂ എന്ന് വസിഷ്ഠൻ ജനക മഹാരാജാവിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ജനകൻ മക്കളെ രണ്ടുപേരെയും ചേർത്തണച്ച് ശിരസിൽ ചുംബിച്ച് അനുഗ്രഹ വർഷങ്ങൾ ചൊരിഞ്ഞ് നന്നായി വരട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് അവരെ സന്തോഷത്തോടെയാണ് യാത്രയാക്കുന്നത്. നേരത്തെ കരഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ അയക്കും, രാമൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകില്ലേ, എൻ്റെ മാനസപുത്രനല്ലേ, എൻ്റെ ആത്മാവിൻ്റെ ഭാഗമല്ലേ രാമൻ, അവനെ കാണാതെ ഞാൻ എങ്ങനെ കഴിയും, എങ്ങനെ ഞാൻ ഉറങ്ങും, അവനില്ലാതെ ഞാൻ എങ്ങനെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടും എന്നൊക്കെ ചോദിച്ച് കരഞ്ഞ ജനകൻ സന്തോഷത്തോടുകൂടി മക്കളെ രണ്ടുപേരെയും ചേർത്ത് അനുഗ്രഹിച്ച് വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോകുമ്പോൾ വിശ്വാമിത്രൻ പറയുകയാണ്, നിങ്ങൾ കഷ്ടപ്പാടുകളോ ക്ലേശങ്ങളോ ഒന്നും അനുഭവിച്ച കുട്ടികളല്ലല്ലോ, ദാഹവും വിശപ്പും ഒന്നും അറിയാതെയുള്ള ദേഹങ്ങളല്ലേ നിങ്ങളുടേത്. നിങ്ങൾക്ക് ഈ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ദാഹവും വിശപ്പും ഒന്നും വരാതിരിക്കുവാൻ വേണ്ടി ബലയും അതിബലയും എന്ന 2 മന്ത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം. നിങ്ങൾ ആ മന്ത്രങ്ങൾ ഭജിച്ചു പഠിക്കുക. ഇത് ദേവന്മാർ ഉപദേശിച്ച മന്ത്രങ്ങളാണ്, ദേവന്മാർ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ്. ആ മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കുന്നത് വഴി നിങ്ങളുടെ വിശപ്പും ദാഹവും മാറും എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആ മന്ത്ര ഉപദേശം വിശ്വാമിത്രനിൽ നിന്ന് ലഭിക്കുന്നു. അത് അവർ മന്ത്രം ഉപദേശത്തോടുകൂടി മന്ത്രം സ്വാധ്യായമാക്കിയ ശേഷം അവരത് ജപിച്ച് അവരുടെ വിശപ്പും ദാഹവും ഒക്കെ മാറുന്നു. അങ്ങനെ രാമചന്ദ്രനും ലക്ഷ്മണകുമാരനും ആദ്യമായി ലഭിച്ച ആ വരങ്ങളിൽ വരപ്രസാദമാണ് ബലയും അതിബലയും. ഇനിയും അവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടാനുണ്ട്. അവരുടെ ജീവിതത്തിന്റെ ആദ്യ പടിയായി ലഭിച്ചതാണത്. വിശ്വാമിത്രനോടൊപ്പം താടക വനത്തിലേക്ക് പ്രവേശിച്ച രാമലക്ഷ്മണന്മാർ ആ താടകയെക്കുറിച്ച് വിശ്വാമിത്രൻ പറയുന്നത് കേൾക്കുകയാണ്. വളരെ ഗൂഢമായ സ്മിതത്തോടുകൂടി ഭഗവാനോട് വിശ്വാമിത്രൻ പറയുകയാണ്, ഈ വനത്തിലേക്ക് ആരും വരാറില്ല കുമാര. ഈ കാട് നീ കണ്ടിട്ടില്ലയോ? കാമരൂപിണിയായ താടക ഭയങ്കരിയായ രാക്ഷസി വാണരുളുന്ന ദേശമാണിത്. അവളെ പേടിച്ചിട്ട് ഈ വഴി ആരും നടക്കില്ല. ഭുവനത്തിൽ ജീവിക്കുന്നവരും കാട്ടിൽ ജീവിക്കുന്നവരും ആരും ഈ വഴി വരികയില്ല എന്ന് പറഞ്ഞപ്പോൾ രാമൻ തന്റെ വില്ല് കുലച്ച് ചെറുതായി ഒന്ന് ഞാണൊലി മുഴക്കി. ആ ഞാണൊലിയുടെ ശബ്ദം കേട്ടപ്പോൾ കോപിച്ച് നിശാചരി എന്തു ചെയ്തു? വേഗത്തിൽ തന്നെ രാമനെ ഭക്ഷിപ്പാനായി വളരെ ഘോരരൂപിണിയായി രാമൻ ദേവന്റെ മുന്നിലേക്ക് ചാടി വീണു. കുമാരന്മാർ വരെ ഇപ്പോൾ തന്നെ ഭക്ഷിക്കും എന്ന ഒരു ആവേശത്തോടുകൂടി പെട്ടെന്ന് തന്നെ ശ്രീരാമചന്ദ്രൻ ഒരു ശരമയച്ചു. ആ സമയത്ത് തന്നെ ആ ശരം താടകയുടെ മാറിൽ കൊള്ളുകയും രാമബാണം പതിച്ച ആ താടക ഒരു മല കണക്കെ ചിറകറ്റ് ഭൂമിയിൽ വീണു. അങ്ങനെ ഘോരരൂപിണിയായ താടക വളരെ സ്വർണ്ണരത്നാഭരണ വിഭൂഷിത ഗാത്രിയായ സുന്ദരിയായ യക്ഷിയായി മാറി. ആ യക്ഷിക്ക് മുന്നേ ശാപം കിട്ടിയതാണ് രാക്ഷസിയായി മാറുവാൻ. അങ്ങനെ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹത്താൽ ശ്രീരാമ ബാണം ഏൽക്കുമ്പോൾ ശാപമോചനം ലഭിക്കും എന്ന വരവും ലഭിച്ചിരുന്നു. അങ്ങനെ വളരെ ദിവ്യാസ്ത്രങ്ങൾ ഒക്കെ പിന്നീട് ശ്രീരാമചന്ദ്രന് താടകവധത്തിന് ശേഷം കൗശികനായ, അതായത് വിശ്വാമിത്രന്റെ മറ്റൊരു നാമമാണ് കൗശികൻ. ആ കൗശിക മുനി ഭഗവാനും ലക്ഷ്മണനും വിശേഷപ്പെട്ട ദിവ്യാസ്ത്രങ്ങളുടെ മന്ത്രങ്ങളൊക്കെ ഉപദേശിച്ചു നൽകി. ബല അതിബല എന്ന മന്ത്രം നൽകിയതുപോലെ ഇത് ദിവ്യ അസ്ത്രങ്ങളുടെ മന്ത്രങ്ങൾ കൊടുത്തു. അങ്ങനെ സിദ്ധാശ്രമത്തിലേക്ക് വിശ്വാമിത്രനും മുനിസംഘവും ഈ കുട്ടികളുമായി കടന്നു ചെല്ലുകയാണ് സിദ്ധാശ്രമത്തിലേക്ക്. അപ്പോൾ ആശ്രമത്തിൽ ഇവരെ എതിരേറ്റുകൊണ്ട് താപസ സംഘം വരികയും
അവര് വളരെ സ്നേഹത്തോടുകൂടി മുനിയെയും കുമാരന്മാരെയും കൂടെ വന്ന മറ്റ് മുനികളെയും ഒക്കെ സൽക്കരിച്ചിരുത്തി വിശ്വാമിത്രൻ രാമനെ നോക്കി പറഞ്ഞു, ഇവിടുത്തെ ഈ യാഗം മുടക്കുവാൻ വേണ്ടി ധാരാളം രാക്ഷസന്മാർ സിദ്ധാശ്രമത്തിലേക്ക് രാക്ഷസന്മാര് ഇങ്ങനെ കടന്നു വരാറുണ്ട് രാമ. അവരെ എല്ലാവരെയും ഇല്ലാതാക്കി കൊന്നൊടുക്കി യാഗത്തെ രക്ഷിച്ച് ഈ മുനികളെയൊക്കെ നീ അങ്ങ് രക്ഷിക്കണം. ഈ ദുഷ്ടരായ നിശാചരന്മാരെ എല്ലാം എനിക്കെല്ലാം കാട്ടിത്തരൂ. ഞാൻ അവരെ എല്ലാറ്റിനെയും കൊന്നൊടുക്കും തപോനിധി എന്ന് രാമചന്ദ്രൻ ഗുരുവിനോട് പറയുകയാണ്, മഹർഷിയോട്. അങ്ങനെ മധ്യാഹ്ന സമയമായപ്പോൾ ഈ ആശ്രമത്തിന്റെ യാഗം നടക്കുന്ന യാഗശാലയ്ക്ക് മുകളിൽ നിന്ന് രക്തവും മാംസവും ഒക്കെ ഇങ്ങനെ ഈ ദുഷ്ടന്മാരായ രാക്ഷസന്മാരിങ്ങനെ ആ യാഗാഗ്നിയിലേക്ക് മാംസവും രക്തവും ഒക്കെ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അനേകം മുനികളെ താപസന്മാരെ എല്ലാം കൊന്നിട്ട് അവരുടെ അസ്ഥികൾ, അവരുടെ തലയോടുകൾ എല്ലാം കൂമ്പാരമായി ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വനത്തില്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ അന്തരീക്ഷത്തിൽ മറഞ്ഞിരുന്ന് ഈ അസുരന്മാർക്ക് മായയിലൂടെ ധാരാളം കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ട് അവര്. അങ്ങനെ അവര് മറഞ്ഞിരുന്നാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ മറഞ്ഞിരിക്കുന്ന അവരിൽ പ്രധാനികളാണ് മാരീചനും സുബാഹുവും രണ്ടുപേര്. ഇവരാണ് ഈ രാക്ഷസ സൈന്യത്തിന്റെ നേതാക്കന്മാർ. അതിലെ സുബാഹുവിനെ ഒരു ശരം കൊണ്ട് അപ്പോൾ തന്നെ കൊന്നു. അടുത്ത ബാണം മാരീചന്റെ പിന്നാലെ രാമബാണം ചെല്ലുന്നത് കണ്ട് മാരീചൻ വളരെ വിഷമത്തോടുകൂടി ഓടി പാഞ്ഞുപോയി. എവിടെ പാഞ്ഞു ചെന്നിട്ടും രാമബാണത്തിന്റെ അഗ്നിയിൽ അവൻ ജ്വലിക്കുകയാണ്. അങ്ങനെ എവിടെയും ചെന്നിട്ടും തന്റെ പിന്നാലെ രാമബാണം വരുന്നത് കണ്ടിട്ട് എവിടെയും ഒരു രക്ഷയില്ലാതെ എന്നെ രക്ഷിക്കണേ ഭഗവാനേ എന്ന അഭയം പൂണ്ട് രാമപാദത്തിൽ തന്നെ വീണ്ടും വന്ന് മാരീചൻ അണഞ്ഞു. അങ്ങനെ ആ ഭക്തവത്സലനായ ഭഗവാൻ മാരീചന് അഭയം കൊടുത്തു. അങ്ങനെ ഭക്തനായി അന്നു മുതൽ മാരീചൻ മാറി. ഈ മാരീചനാണ് പിന്നീട് രാവണന്റെ ഭീഷണിയും അഭ്യർത്ഥനയും ഒക്കെ മാനിച്ചിട്ട് മാരീചൻ മാനായിട്ട് ചെന്ന് സീതാദേവിയെ തട്ടിക്കൊണ്ടു പോകുന്നത്. രാവണന്റെ മാതുലനാണ് മാരീചൻ പിന്നീട് വളരെ ഭക്തനായി മാറുകയാണ്. എന്നിട്ട് ശ്രീരാമചന്ദ്രനെ ഭഗവാനെ സ്മരിച്ചുകൊണ്ടൊരു ഗുഹയിൽ ഇങ്ങനെ താമസിക്കുകയാണ്. പക്ഷേ തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് മാരീചന്റെ അടുക്കൽ ചെല്ലുന്ന നമുക്ക് ലാസ്റ്റ് ഭാഗത്ത് അത് മനസ്സിലാവും, വായിക്കുന്നുണ്ടല്ലോ. മാരീചന്റെ അടുക്കൽ ചെന്നിട്ട് ഇങ്ങനെ രാവണൻ വളരെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ ലോക രക്ഷകനായ ചൈതന്യമായ വിഷ്ണു ഭഗവാനാണ് ശ്രീരാമചന്ദ്രൻ എന്ന് മാരീചൻ ഈ രാവണനോട് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ വാളിനിരയാക്കും എന്ന് പറയുമ്പോൾ മാരീചൻ വിചാരിക്കും, ദുഷ്ടനായ രാവണന്റെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് രാമബാണം കൊണ്ട് മരിക്കുന്നത്. എനിക്ക് സ്വർഗപ്രാപ്തി ലഭിക്കും. രാമന്റെ വില്ലിനാൽ അല്ലെങ്കിൽ വാളിനാൽ ഞാൻ മരിച്ചാൽ അത് തന്നെയല്ലേ ഏറ്റവും പുണ്യം. ഈ ദുഷ്ടന്റെ ശരം കൊണ്ട് മരിക്കുന്നതിനേക്കാൾ എന്ന് കരുതി രാവണന്റെ ആജ്ഞപ്രകാരം മാരീചൻ മാനായി ചെന്ന് സീതാദേവിയിൽ നിന്ന് രാമദേവനെ അകറ്റി അവസാനം രാമബാണത്താൽ തന്നെ മാരീചൻ മരിക്കുകയും സ്വർഗാരോഹണം ലഭിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ആ മാരീചൻ ആണ് രാമബാണത്തെ ഭയന്ന് ഭഗവാന്റെ മുന്നിൽ തന്നെ വന്ന് പാദചരണങ്ങളിൽ വന്ന് സാഷ്ടാംഗം വീണ് വളരെ ഭക്തിയുള്ളവനായി മാറിയത്. അപ്പോൾ അങ്ങനെ മാരീചനെയും സുബാഹുവിനെയും മാത്രമല്ല അവിടെ നിന്ന് ഇല്ലാതാക്കിയത്, അവരോടൊപ്പം വരുന്ന ധാരാളം പതിനായിരക്കണക്കിന് രാക്ഷസന്മാര് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ എല്ലാം അദ്ദേഹം കൊന്നൊടുക്കി രാമനും ലക്ഷ്മണകുമാരനും കൂടെ ചേർന്ന്. ഇതെല്ലാം കണ്ട് ദേവന്മാർക്ക് സന്തോഷം കൊണ്ട് അവർ സന്തോഷ പൂമലർ തൂകി. യക്ഷ കിന്നര ഗന്ധർവ സിദ്ധ ചാരണന്മാർ അപ്സരസുകൾ എല്ലാവരും ആ സമയം തന്നെ കൈകൂപ്പി സ്തുതിച്ച് അവരാനന്ദ നൃത്തത്താൽ ഭഗവാനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. കാരണം എത്രയോ കാലമായി ഈ
മുനിമാരുടെ യാഗങ്ങളെല്ലാം മുടക്കുവാൻ വേണ്ടി അവരെ കൊന്നൊടുക്കി അവർക്കെല്ലാം ശല്യമായിരുന്ന ഒരു വലിയ സംഘം രാക്ഷസന്മാരെയാണ് ഈ ചെറുപ്രായത്തിൽ ഭഗവാൻ അവതരിച്ചു വന്ന് ഇല്ലാതാക്കിയത്. അങ്ങനെ ഭൂമി ഭാരത്തിന്റെ സംരക്ഷണയ്ക്ക് വേണ്ടി, ഭൂമിയെ രക്ഷിക്കുന്ന സംരക്ഷണയുടെ കർമ്മങ്ങളിൽ ഭഗവാൻ ഏർപ്പെട്ടു തുടങ്ങി. അതിൽ ആനന്ദിച്ച് ദേവന്മാർ സന്തോഷ പൂമലർ തൂകി. അതിനുശേഷം കുമാരന്മാർക്ക് കഴിക്കുവാനും അവർക്ക് കുടിക്കുവാനുള്ളതെല്ലാം അവരെ കഴിപ്പിച്ചു കുടിപ്പിച്ചു. ആ സിദ്ധാശ്രമത്തിൽ 3 ദിവസം മറ്റ് കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് അവർക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വളരെ നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ വിശ്വാമിത്രനും മറ്റ് താപസന്മാരും ഒക്കെയായി 3 ദിവസം അവിടെ ചിലവഴിച്ചു. അതിനുശേഷം ഇനി സമയം കളയണ്ട, നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം, വൈകാതെ നമുക്ക് പോകാം കുട്ടികളെ. ത്രയംബകം എന്ന മഹേശ്വരന്റെ വില്ല് വിദേഹ രാജ്യത്തിൽ ഇരിക്കുന്നുണ്ട്. ആ വില്ല് അവിടെ ഒരു യാഗം നടക്കുന്നു. ജനക മഹീപതിയുടെ മഹായജ്ഞമാണ് ഇനി നമുക്ക് കാണാൻ പോകേണ്ടത്. അത് മഹാശിവൻ നേരിട്ട് കൊടുത്ത് അങ്ങനെ അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. അവിടുത്തെ പുരാതന കാലത്തുള്ള ഭൂമി പാലന്മാർക്ക് കൊടുത്ത ആ മഹേശ്വര വില്ലായ ത്രയംബകം എന്ന വില്ല് ആ മഹേശ്വരന്റെ വില്ലാണ്. മഹേശ്വരൻ നേരിട്ട് ജനക മഹാരാജാവിന്റെ പൂർവ്വ പരമ്പരയ്ക്ക് കൊടുത്ത വില്ലാണ്. ആ വില്ല് ക്ഷോണിപാലന്മാരെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് കാണാൻ നമുക്കൊരവസരം വരുന്നുണ്ട്. ധനുർരത്നം, ആ ധനുരത്നത്തെ കണ്ട് അതിലെ യജ്ഞത്തിൽ പങ്കെടുത്ത് നമുക്ക് അവിടെ പോകണം, അതിനുവേണ്ടി നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് താപസന്മാരും രാമചന്ദ്രനും ലക്ഷ്മണകുമാരനും വിശ്വാമിത്ര മഹർഷിയുമൊക്കെയായി ആശ്രമത്തിൽ നിന്ന് ഇനി ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോകും വഴി ഒരു ആശ്രമത്തിന്റെ മുന്നിലൂടെയാണ് ഇവരൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത്. വളരെ മനോഹരമായ, കണ്ണിന് ആനന്ദം നൽകുന്ന, വളരെ ശാന്തമായ, ഒരു ജന്തുക്കളുടെയും നിവാസമില്ലാത്ത, ആരുടെയും അനക്കമില്ലാത്ത, ഒരു പക്ഷിയുടെ അനക്കം പോലും ഇല്ലാത്ത ഒരു ശാന്തമായ ആശ്രമം കണ്ടിട്ട് ശ്രീരാമചന്ദ്രൻ ചോദിക്കുകയാണ്, ഈ ഇത്രയും മനോഹരമായ ആശ്രമം നാനാ ജന്തുക്കൾ വിഹരിക്കുന്ന ഈ ആശ്രമമാണ്, എങ്കിലും ഇവിടെ ആരുമില്ലാതെ ഇങ്ങനെ ശാന്തമായി കിടക്കുന്ന ഈ ആശ്രമം കണ്ടിട്ട് എന്റെ മനസ്സിൽ എന്തോ ഒരാഹ്ലാദം, ഒരു പുതിയ അനുഭൂതി ജനിക്കുന്നല്ലോ മഹർഷി. എന്താണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം? അങ്ങ് അതിന്റെ തത്വം എന്താണ്, അതിന്റെ പൊരുൾ എന്താണെന്ന് എന്നോടൊന്ന് പറഞ്ഞു തരണേ, അല്ലയോ തപോനിധി എന്ന് രാമൻ വിശ്വാമിത്രനോട് അപേക്ഷിക്കുകയാണ്. ആ